നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് മഹിമ ശ്രുതിയുടെ കടയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കച്ചവടമൊക്കെ നല്ല ഗംഭീരമായിട്ട് പൊടി പൊടിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. മഹിമയെ കണ്ടപ്പത്തിന് ശ്രുതി പറഞ്ഞു, ആന്റി ബാ. അല്ലേലും ആന്റിയുടെ കൈകൊണ്ട് ആദ്യത്തെ കച്ചവടം നടന്ന അതിഗംഭീരമായിരുന്നു. അതിനുശേഷം വെച്ചടി കയറ്റുക. ഓരോ ദിവസം നല്ല രീതിയിൽ തന്നെ സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയണം. പിന്നീട് ശ്രുതി ചോദിച്ചു, അല്ല ആന്റി, ഇത്തവണ ആന്റി എന്ത് വാങ്ങാൻ വന്നാന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വേറെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ കടയിലുണ്ടായിരുന്നു. അവരൊക്കെ ഓരോന്നൊക്കെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മഹിമ പറഞ്ഞു, അത് പിന്നെ ഞാൻ വേറൊന്നും വാങ്ങാൻ വേണ്ടി വന്നല്ലെന്ന് പറയണം. അപ്പോഴേക്കും വേണം ഒന്ന് രണ്ട് പേര് ആ എ സി അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുന്നത്. ഈ എ സി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി, നമ്മൾ ഡീലറോട് പുതിയ എ സിയുടെ കാര്യത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു നിൽക്കും. ഇല്ലല്ലോ എന്ന് പറയണം. പിന്നെ ഇതേതാ ഈ എ സി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്താന്ന് ചോദിക്കണം. അപ്പോഴേക്കാണ് മഹിമ പറയുന്നത്, അതെ, ഞാനാണ് ആ എ സി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. റിട്ടേൺ കൊണ്ടുവന്നാന്ന് പറയണേ. റിട്ടേൺ കൊടുന്നോ? എന്താ ആന്റി, ഇതിന് വലിയ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. കംപ്ലൈന്റ് ഒന്നുമില്ല, ഇത് പൊട്ടിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയണേ. പൊട്ടിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ ആന്റി ഇത് വാങ്ങിയിട്ട് തിരികെ കൊണ്ടുവന്നതെന്ന് ചോദിക്കണം. ആ സമയത്ത് അവിടെ നിന്ന് കസ്റ്റമർ ഇങ്ങനെ നോക്കുകയാണ്. കാരണം അയാളെ കേട്ടി പറയുന്നതൊക്കെ. അല്ല ആന്റി, എന്തേലും കുഴപ്പമുണ്ടോ മാറ്റിത്തരാം, വേണമെങ്കിൽ മെക്കാനിക്കിനെ വിളിക്കാം, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. പുതിയതാണല്ലോ എ സി, അപ്പൊ 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ്. അപ്പൊ എന്തേലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി തരേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, വേണമെങ്കിൽ പകരം മാറ്റിയെടുത്തോ എന്നൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ മഹിമ പറഞ്ഞു, അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം സുധി എന്ന് പറയണം. പിന്നെയോ, ഈ എ സി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയാണ്. അന്ന് സച്ചിയുടെയും രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് വന്ന സമയത്ത് അവിടെ ഹാളിൽ എ സി ഇല്ലായിരുന്നല്ലോ, ഭയങ്കര ചൂടല്ലായിരുന്നോ. അപ്പൊ അതുകൊണ്ട് അവിടെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതിനിപ്പോ എന്താ ആന്റി സംഭവിച്ചതെന്ന് ചോദിക്കണം. ഞാൻ ആ എ സി അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അവിടെ കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അത് തിരികെ റിട്ടേൺ അയച്ചു. അത് അവിടെ വേണ്ട പോലും. എന്നെ കുറെ ചീത്തയും പറഞ്ഞു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, സച്ചി അങ്ങനെ ചെയ്തോ? ഞങ്ങളാരും അറിഞ്ഞില്ല എന്ന് പറയാം. നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ ഇതേ ഈ എ സി എനിക്കിനി ആവശ്യമില്ല എന്ന് പറയണേ. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ എ സി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിയതാന്ന് പറയണം. അപ്പൊ പിന്നെ ഇനി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ഓരോ മുറിയിലും എ സി ഉണ്ട്, ഹാളിലും എല്ലാം എ സി ഉണ്ട്. പിന്നെ ഇത് വെറുതെ വെച്ച് നശിപ്പിച്ച് കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തിരികെ തരാൻ വന്നാന്ന് പറയണം. ആ സമയം ശ്രുതി പറഞ്ഞു, ആന്റി ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാന്നേ? ഇത് ആദ്യമായിട്ട് നടത്തിയ കച്ചവടമായിരുന്നു. അപ്പൊ അത് ആദ്യം നടത്തിയ കച്ചവടം തിരികെ വരിക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല സുഖമുള്ള കാര്യമല്ലല്ലോ എന്ന് ശ്രുതി പറയാണ്. ആ സമയത്ത് മഹിമ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പറയണം. അപ്പോഴേക്കും കടയിലുണ്ടായിരുന്ന കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു, അല്ല, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പുതിയതാന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? പുതിയ ഷോറൂം എന്നല്ലേ പറഞ്ഞേ? അതെ. എന്നിട്ടിപ്പോ എന്താ എ സി ഒക്കെ തിരികെ വന്നിരിക്കുന്നത്? അത് കുറച്ച് ഫാമിലി പ്രശ്നമാണ്. എന്താണെങ്കിലും എനിക്ക് ഇവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ശ്രുതിക്കും മുഖത്ത് അടിയേറ്റോലേ പോയി. മഹിമയ്ക്ക് സന്തോഷമായി. താനും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് മഹിമ പറഞ്ഞു, അതെ, ആ സച്ചി ഉണ്ടല്ലോ, സച്ചി കാരണം ഈ പ്രശ്നം ഉണ്ടായത്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, സച്ചിയാണ് ഈ സാധനം തിരിച്ചയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് സച്ചിയോട് തന്നെ ചോദിക്കുക എന്ന് പറയാണ്. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി ഓർത്തു, പണം തിരികെ കൊടുക്കണമല്ലോ. കാരണം ഉണ്ടായിരുന്ന പണം അപ്പോഴാണ് ഡീലർക്ക് എടുത്തു കൊടുത്ത ശ്രുതി. ഇപ്പൊ ഇനി എവിടുന്ന് പൈസ ഉണ്ടാക്കുന്നേ? ആ സമയത്ത് മഹിമയോട് ശ്രുതി പറഞ്ഞ്, പണം വേണ്ടേന്ന് ചോദിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇല്ല, കുഴപ്പമൊന്നുമില്ല, പിന്നെ എപ്പോഴേലും മതി എന്നൊക്കെ പറയണം. പക്ഷെ അതല്ല എന്റെ മര്യാദ, നാണക്കേടാണല്ലോ. ഒരു 5 മിനിറ്റ് നിൽക്കുക, ഇപ്പൊ ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. കുറെ നോട്ടുകെട്ടുകളും കയ്യിലുണ്ടായിരുന്നു. പിന്നീട് അത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ആന്റിയുടെ പണം എന്നാന്ന് പറയണം. 1.5 ലക്ഷം രൂപയുണ്ട്. 1.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു വിടുവാണ്. മഹിമ അങ്ങോട്ട് പോയി. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ശ്രുതി, ഇത്രയും രൂപ നിനക്ക് എവിടുന്ന് ഇത്ര പെട്ടെന്ന് ഉണ്ടായെന്ന് ചോദിക്കോ? അതോ എന്റെ കഴുത്തേ കിടക്കുന്ന മാല ഞങ്ങളുടെ പണയം വെച്ചെന്ന് പറയണേ. മാലയോ? അതേന്ന് പറയണ. ഇതെന്താ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയണം. പിന്നീട് ശ്രുതി തന്റെ കഴുത്ത് കാണിക്കൂടെ, ഒരു മഞ്ഞച്ചരയുടെ താലി ഇട്ടിരിക്കുന്നു, തൽക്കാലത്തേക്ക് ഇത് മതിയെന്ന് പറയണം. പണം കൊടുത്തില്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ, നമ്മുടെ അഭിമാന പ്രശ്നമല്ലേ എന്ന് ചോദിക്കുക. അതുകൊണ്ട് മാത്രമാണെന്ന് പറയണം. ശ്രുതിക്ക് ദേഷ്യമായി. ശ്രുതി പറഞ്ഞു, എല്ലാത്തിനും കാരണം ആ സച്ചിയാണ്. സച്ചിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. ശ്രുതി പറഞ്ഞു, അയാൾക്ക് അസൂയാണ്. അസൂയ കാരണം അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇതൊക്കെ എന്ന് പറയണം. അങ്ങനെയാണ് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പിന്നെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നിട്ട് എല്ലാരെയും വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം. ചന്ദ്രമതി പറഞ്ഞു, എടാ നീ എന്ത് കാണാനാടാ അത് തിരിച്ചു കൊടുത്തോട്ടെ? ആരോട് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുക. സച്ചി പറഞ്ഞപ്പോ പ്രത്യേകിച്ച് ആരോടും ചോദിക്കേണ്ട കാര്യമുണ്ടോ?
ഇവിടെ കേസ് കൊണ്ടുവരുന്ന സമയത്ത് അവരാരുടെയും പറഞ്ഞിട്ടാണോ ചെയ്തേ? അല്ലല്ലോ. ഇങ്ങോട്ടേ കൊണ്ടുവന്നു, ഇവിടെ ആവശ്യമില്ലാത്ത സാധനം ഞാൻ തിരികെ കൊടുത്തെന്ന് പറയണം. ശ്രുതി പറഞ്ഞു, ഇത് മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നാ. ആ കടയിലെ ആദ്യത്തെ കച്ചവടം അല്ലായിരുന്നോ? അപ്പൊ ആ ആദ്യത്തെ കച്ചവടം തന്നെ തിരികെ വന്ന് കടയെ നശിപ്പിക്കാൻ വേണ്ടി നീ ചെയ്തല്ലേന്ന് ചോദിക്കണം. രേവതി പറഞ്ഞു, അതെ, വെറുതെ അനാവശ്യം പറയണ്ട. സച്ചേട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും ആ AC കൊണ്ടുവരുന്ന സമയത്ത് അവർക്കൊന്ന് വിളിച്ചു പറയായിരുന്നല്ലോ എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, തലയിരിക്കും വാലാടണ്ട, നീ അവിടെ മിണ്ടാതിരുന്നാ മതി എന്ന് പറയണം. ഈ സമയത്ത് സച്ചി പറഞ്ഞു, അതെ, എനിക്കറിയായിരുന്നു ഇവിടെ കൊണ്ടുവന്നാലും അച്ഛനെ തിരികെ അയക്കോളെന്ന്. കാരണം അച്ഛൻ മുമ്പേ പറഞ്ഞായിരുന്നു, AC കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു AC ഇവിടെ വേണ്ടാന്ന്. AC മേടിക്കാണ്ട് ഞങ്ങൾ 3 ആൺമക്കൾ ഇവിടെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും മേടിക്കാലോ. ഇപ്പൊ എന്താണെങ്കിലും വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണോ ഇവിടെ AC പിടിപ്പിക്കാൻ? അല്ലെങ്കിലും ഇത്രയും കാലം ഇവിടെ ഈ ഹാളിൽ AC ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ എത്ര പെട്ടെന്നൊരു AC യുടെ ആവശ്യം? അത് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാന്ന് പറയണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛന് നാണക്കേടത്. അല്ലെങ്കിൽ ഇപ്പം വർഷയുടെ ശ്രീകാന്തം തനിയൊരു വീട് വെച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുഴപ്പമില്ല അവർക്കായിട്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഈ വീട്ടിലേക്ക് മൊത്തത്തിൽ മേടിച്ചു തരേണ്ട ആ കാര്യമൊന്നും വർഷയുടെ അമ്മയ്ക്കില്ല. പിന്നെ അവർക്ക് കുറച്ച് പണം ഉണ്ടെന്ന് ഓർത്തുണ്ട് എന്നൊക്കെ പറയണം. ഈ സമയം വർഷ പറഞ്ഞു, ഇതേ സച്ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. AC കൊണ്ടുവന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് അമ്മയൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ അതങ്ങനെ തിരികെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളോടൊരു വാക്ക് ചോദിക്കായിരുന്നു, എന്തുകൊണ്ട് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് തിരിച്ചയച്ചു? ഒരു വാക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയായിരുന്നല്ലോ, ഞാൻ തന്നെ വേണമെങ്കിൽ അമ്മയോട് സംസാരിച്ച് AC തിരികെ കൊടുത്തു വിടുമായിരുന്നല്ലോ. അതിനിടയ്ക്ക് എന്തിനാ സച്ചേട്ടൻ കയറി അങ്ങനെയൊക്കെ പറഞ്ഞേ? എന്റെ അമ്മയെ അപമാനിച്ചു വിട്ടില്ലേ ഫോൺ വിളിച്ച്? അതൊക്കെ എന്തിനാന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു, ശരിക്കും ഇവന് അസൂയ കാരണം അവൻ ചെയ്താന്ന് പറയണ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അന്ന് ആദ്യത്തെ കച്ചവടം നടത്താനായിട്ട് രേവതി വന്നായിരുന്നല്ലോ, പക്ഷെ രേവതിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയില്ല. അപ്പൊ അതിന്റെ പ്രതികാരം വീട്ടിലാ സച്ചി എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പ്രതികാരം വീട്ടാൻ തന്നെ എങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ? ഇവള് മനഃപൂർവ്വം ചെയ്താ. ഇവനെ പിരികേറ്റി വിട്ടത് ഇവള് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയണം. സച്ചി പറഞ്ഞ്, വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട അമ്മയെന്ന് പറയണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി, നീ ചെയ്തുകൊണ്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ നീ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, ഇതൊരു കൂട്ടുകുടുംബം പോലെ താമസിക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞ് മക്കളും എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരു തീരുമാനം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യത്തിൽ വർഷയുടെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവന്നേ, എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് വേണം തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ടാൽ കുഴപ്പമില്ല, നിനക്ക് തീരുമാനം എടുക്കാൻ സ്വന്തമായിട്ട്. പക്ഷെ ഇതിപ്പോ വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, അപ്പൊ നീ എല്ലാവരോടും ഒരു വാക്ക് ചോദിക്കണമായിരുന്നു, എന്താ ഏതാന്നൊക്കെ. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ AC വേണ്ട, തിരികെ വിട്ട കൊടുത്തു വിടാനേ പറയുള്ളൂ. ഇവിടെ അതാണ് ഇവിടെ പ്രശ്നമായിട്ട് മാറിയെന്ന് പറയണം. അച്ഛാ, അത് പിന്നെ ഞാൻ അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, സച്ചേട്ടൻ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല. സച്ചേട്ടൻ ഒരു വാക്ക് പറയായിരുന്നു, ഞങ്ങളോട് ചോദിക്കുമെങ്കിലും ചെയ്യായിരുന്നു എന്താ ചെയ്യേണ്ടിയിരുന്ന. പക്ഷെ സച്ചേട്ടൻ അത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, ഇവൻ വലിയ ആളാന്നുള്ള വിചാരം ഇവന്റെ, ഇവൻ വലിയ പുള്ളിയല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി വെക്കും മറ്റുള്ളവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറയണം. ഈ സമയത്ത് പിന്നീട് ചന്ദ്രമതി ചോദിച്ചു, അല്ല അതിന് തിരികെ കൊടുക്കുന്ന സമയത്ത് അതിന് ക്യാഷ് ഉണ്ടായിരുന്നോ കയ്യിൽ? മഹിമയ്ക്ക് പൈസ കൊടുത്തു വിടാനായിട്ടെന്ന് ചോദിക്കണം. ശ്രുതി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് ശ്രുതിയുടെ കഴുത്തിൽ കിടന്ന് താലിമാല കൊണ്ട് പണയം വെച്ചിട്ടാന്ന് പറയാം പൈസ കൊടുത്തെന്ന് പറയണം. ശ്രുതിയുടെ കഴുത്ത് ചന്ദ്രമതി നോക്കി, മഞ്ഞച്ചരട് മാത്രം കാണുന്നുള്ളൂ, താലി. എന്റെ ദൈവമേ, എന്റെ മോളുടെ താലിമാല കൊണ്ട് വെച്ചിട്ടാണോ? എന്റെ മോൾ ഇനിയിപ്പം മഞ്ഞച്ചരട് ഇട്ടോണ്ട് നടക്കണമല്ലോ എന്ന് പറയാണ്. കണ്ടില്ലേ രവിയേട്ടാ, ഇത്രയ്ക്ക് വലിയ അഹങ്കാരം ഇവന് കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു സച്ചിക്ക്. സച്ചി കാരണം കണ്ടില്ലേ എന്റെ മോള് മഞ്ഞച്ചാട് ഇട്ടോണ്ട് നടക്കേണ്ട ഗതികേട് വന്നില്ലേ എന്നൊക്കെ ചോദിക്കണം. സച്ചി പറഞ്ഞു, അതിനെന്താമ്മേ അത്ഭുതം ഇരിക്കുന്നേ? രേവതി കുറെ കാലം മഞ്ഞച്ചാടിട്ടോണ്ടാ നടന്നേ, അപ്പോഴൊന്നും അമ്മയ്ക്ക് ഈ പ്രശ്നം കണ്ടില്ലല്ലോ. അന്നൊന്നും അമ്മയൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. അമ്മ സ്വർണ്ണമൊക്കെ ഊരി വാങ്ങിച്ചു കഴിഞ്ഞപ്പം രേവതി മഞ്ഞച്ചാരുടെ താലി ഇട്ടോണ്ട് നടന്നു, അപ്പോഴമ്മയ്ക്ക് ഈ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കണം. അതുപോലെയാണ്ട് അത്. ശ്രുതി വലിയ വീട്ടിലെ പെണ്ണ, അതെന്താ നീ മനസ്സിലാക്കാത്തെ? സച്ചി പറഞ്ഞു, വലിയ വീട് ചെറിയ വീട് ഒന്നൊന്നുമില്ല, അറിയാലോ. ഇവിടെ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ ചെയ്തെന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, എന്തായാലും സച്ചിയാടും ചെയ്തതോടെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. ശ്രുതി പറഞ്ഞു, എനിക്കും അതെ, ഇവൻ കാരണമാണ് എൻ്റെ കച്ചവടം, അതും ആദ്യം നടന്ന കച്ചവടമാണ് ഇവൻ കാരണം ഇല്ലാതായത്. അതിൻ്റെ എന്തെങ്കിലും നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഷോപ്പിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് നീ കണക്ക് പറയേണ്ട വരും സച്ചി എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കണം. അവസാനം ശ്രുതിയെ തല്ലാനായിട്ട് സച്ചി ചെന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ കയറി ഇടപെട്ടു. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും കൂടെ ചോദിച്ചിട്ട് വേണം. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നത് സച്ചിയോട് പറയണം. മേലാൽ ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. പിന്നെ
വർഷയോട് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടുന്ന സമയത്ത് നിന്റെ അമ്മയോട് പറയണം, ഈ വീട്ടിലുള്ള ആരുടെയും ചോദിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് കൊടുത്തു വിടുകയല്ല ചെയ്യേണ്ടേ. ഇതിവിടെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്യത്തുള്ളൂ എന്ന് പറയണം. സച്ചിക്ക് മനസ്സിലായി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്തു വിട്ടാന്ന്. കാരണം ആ AC കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ ആരും, ഒരു കാരണവശാലും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനും അച്ഛനും ഒന്നും സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാല, താൻ പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്ത് കൂട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരാവേ. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്ക് തന്നെ രേവതിയുടെ സച്ചിയുടെയും ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതല്ല, ഇതിന് ശേഷം വരുന്ന കുറേ വിശേഷങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഓരോ ദിവസം പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.